നമുക്കൊരു പുളിയിഞ്ചി നോക്കിയാലോ. ആദ്യം തന്നെ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇട്ട് ചൂടുവെള്ളത്തിൽ അലിയിച്ചെടുക്കുക. ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ചെറുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില. ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേൽ ഇളക്കി കൊടുക്കാൻ. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആയതിനു ശേഷം കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, കായപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായി തിളച്ചതിന് ശേഷം ശർക്കര ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ ചെറുതായിട്ട് കട്ടിയാവുന്ന കാണാം. ലോ ഫ്ലെയിമിലിട്ട് വേണേൽ കുക്ക് ചെയ്യാൻ. നന്നായിട്ട് തിളച്ച് ഈ ഒരു രീതി വന്നതിന് ശേഷം നമുക്ക് തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള പുളിയിഞ്ചി കിട്ടും. കുക്ക് ചെയ്ത് 3-4 അവേഴ്സിന് ശേഷം യൂസ് ചെയ്താലേ അതിന് ടേസ്റ്റ് അറിയാൻ പറ്റൂ. നമുക്ക് 2-3 ദിവസം കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പം നമുക്കിതൊരു അച്ചാർ പോലെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഓണത്തിന് ട്രൈ ചെയ്യണേ. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.